ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദാ ഈ ഒരു സംഭവം കണ്ടോ, പണ്ട് നമ്മുടെ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടായിരുന്ന നൊട്ടാനൊടി എന്നൊക്കെ അമ്മ ഇതിനെ പറയുന്നത്. നമ്മളിതിനെ ഗോൾഡൻ ബെറി, ഗ്രൗണ്ട് ചെറി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ എറണാകുളംകാരാണ് ഞൊട്ടാനൊടി എന്ന് പറയുന്നത്. മറ്റു സ്ഥലങ്ങളിൽ വേറെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഗോൾഡൻ ബെറി പേര് പോലെ തന്നെ ശരിക്കും ഗോൾഡൻ കളറിലിരിക്കും ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാനായിട്ടാണ് രുചി, നല്ല മധുരം ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ പുളിയായിരിക്കും. ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് നല്ല വിറ്റമിൻസും മിനറൽസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങൾ ഇതിനുണ്ട്. വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈ ഒരു ഫ്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിറ്റമിൻ എ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും എല്ലാം ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണമാണ് ഉണ്ടാവുക. അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ബോൺ ഹെൽത്തിനും ജോയിൻറ്റിൻ്റെ ഒരു സ്ട്രോങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മളുടെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ ഈ ഒരു ഗോൾഡൻ ബെറിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പോണൻസ് നമുക്ക് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഫ്രൂട്ടിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ക്യാൻസറിനെ വരെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഡൈജഷൻ, നമ്മുടെ ഒരു ദഹന വ്യവസ്ഥയെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഉപയോഗം നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫ്രൂട്ടിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. ബുദ്ധി വികാസത്തിനും വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും എല്ലാം ഈ ഒരു ഫ്രൂട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇനി ഈ ഒരു ചെടിയുടെ ഗുണം അറിയില്ല എന്ന് പറയരുത്. അത് മാത്രമല്ല, എവിടെയെങ്കിലും പറമ്പിൽ ഒക്കെ ഈ ഒരു ചെടി കാണുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പരിപാലിക്കാൻ നോക്കുക. വലിയ പരിപാലനമൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഗുണം ഒരുപാടുണ്ട് ഇതിന്. പേര് പോലെ തന്നെ ഗോൾഡൻ ബെറി അല്ലേ, ശരിക്കും പൊന്നും വില കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗുണം ഇതിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ പരിപാലനമോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ ആവശ്യമെങ്കിൽ കുറച്ച് വളവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇഷ്ടം പോലെ കായ്കളുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ വളം ഒന്നും ചെയ്ത് കൊടുത്തില്ല എങ്കിൽ പോലും ഇഷ്ടം പോലെ കായ്കളുണ്ടാവും. നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നിറയെ കായ്കളുണ്ടാവും. ഇതിൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൽ നിന്നാണ് ഇത് പൊട്ടി മുളയ്ക്കുന്നത്. ഇതുപോലെയുള്ള കുഞ്ഞു പൂക്കളുണ്ടാവും. പെട്ടെന്ന് തന്നെ അത് കുഞ്ഞു കായ്കളാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ചെടിയിൽ നിന്ന് തന്നെ പഴുപ്പിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 2-3 നമ്മൾ വിത്തിനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിത്തിനിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ എങ്ങനെ വന്നാലും ഇതിൻ്റെ ചുവട്ടിൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ തൈകളായിട്ട് ഇതുണ്ടാവും. ഇതിൻ്റെ കായ്കൾ അവിടെയൊക്കെ വീണിട്ട് തന്നെ കേട്ടോ. ഒരു സപ്പോർട്ട് കൊടുത്ത് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ പടർന്നിങ്ങനെ കയറും. ആ രീതിയിൽ ഇതിങ്ങനെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അമ്മയ്ക്ക് വീട്ടിൽ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇത് ഇവിടെ നട്ടുപിടിപ്പിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ അമ്മ ഇത് എല്ലാ ദിവസവും രാവിലെ തന്നെ അമ്മ ഇതിനകത്തുനിന്ന് എടുത്ത് കഴിക്കുന്നതുകൊണ്ടിട്ടാണ് എനിക്ക് പഴുത്തത് ഒന്നുപോലും കാണിച്ചു തരാനായിട്ട് ഇല്ലാതായിട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഫ്രൂട്ടിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നുള്ളത് കോമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.